भगवान अयप्पा के प्रति पूरे देश के लोगों की, हम सबकी अगाध आस्था है। लेकिन एलडीएफ सरकार ने सबरीमला मंदिर की परंपराओं को नुकसान पहुंचाने में कोई कसर नहीं छोड़ी है। अब यहां गोल्ड के चोरी होने की खबरें आ रही है। मंदिर में से, भगवान के पास से गोल्ड की चोरी, सोने की चोरी। मैं एक बात स्पष्ट कहना चाहता हूं, यहां बीजेपी सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी। और ये मोदी की गारंटी है। പ്രിയപ്പെട്ടവരെ, രാജ്യം മുഴുവൻ മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഭഗവാൻ അയ്യപ്പനോട് ഈ രാജ്യം മുഴുവൻ അഗാധമായ ഭക്തിയും വിശ്വാസവുമാണുള്ളത്. എന്നാൽ ശബരിമലയുടെ ഈ മഹത്തായ പാരമ്പര്യത്തെ, വിശ്വാസത്തെ തകർക്കാൻ കിട്ടിയ ഒരവസരവും പാഴാക്കാത്തവരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ. ഇപ്പോൾ ശബരിമലയിൽ നിന്നും സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പുറത്തു വരികയാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കും. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഉണ്ടായാൽ മുഴുവൻ ആരോപണങ്ങളെക്കുറിച്ചും നാം അന്വേഷണം നടത്തും. ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ വാസം ഇനി മുതൽ ജയിലിലാകുമെന്ന കാര്യവും ഞാൻ ഉറപ്പു പറയുകയാണ്. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. एनडीए सुहृदगणे, मैं आपको कांग्रेस से भी सावधान करने आया हूं। कांग्रेस के पास विकास का कोई एजेंडा नहीं है। कांग्रेस आज माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युनल हो गई है। इसलिए देश में आज कांग्रेस को एमएमसी यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है। इसलिए आपको कांग्रेस से भी बहुत सतर्क रहना है। ये मुस्लिम लीगी माओवादी कांग्रेस के लोग केरला को अपनी लैब बना रहे हैं। कांग्रेस यहां केरला में भी कट्टरपंथियों को बढ़ावा दे रही है। ज्ञान, विज्ञान, आध्यात्म, आस्था, इसकी इस पवित्र धरती को कांग्रेस के मुस्लिम लीगी एजेंडे से हमें मिलकर के इस पवित्र भूमि को बचाना है. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് കോൺഗ്രസിന്റെ കയ്യിൽ വികസനത്തിനുള്ള ഒരു പദ്ധതിയുമില്ല. രാജ്യത്തെ കോൺഗ്രസ് എന്നുള്ളത് മാവോയിസ്റ്റുകളെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകളായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഇന്ന് എംഎംസി കോൺഗ്രസ് എന്നായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ് ഇന്ന് രാജ്യത്തെ കോൺഗ്രസ് അറിയപ്പെടുന്നത്. നിങ്ങൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വളരെയധികം സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് കേരളത്തെ ഇന്ന് അവരുടെ വർഗീയ പരീക്ഷണങ്ങളുടെ പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിലും കോൺഗ്രസ് വിഘടനവാദികളെ പിന്തുണയ്ക്കുകയാണ്. അറിവിന്റെ, ശാസ്ത്ര അവബോധത്തിന്റെ, ആധ്യാത്മികതയുടെ, വിശ്വാസത്തിന്റെ ഒക്കെ നാടായ നമ്മുടെ പവിത്രമായ കേരളത്തെ ഈ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗ് അജണ്ടയിൽ നിന്നും നമുക്ക് ഒരുമിച്ച് മുക്തരാക്കണം. കേരളത്തെ നമുക്ക് ഒരുമിച്ച് രക്ഷിക്കണം. साथियों, विकसित केरलम के लिए अब बड़े फैसले का समय आ गया है. अब केरला को
नई पॉलिटिक्स चाहिए। 21st सेंचुरी के पहले 25 इयर्स तो चले गए, खत्म हो गए हैं। आने वाले 25 इयर्स के इसमें केरला को विकसित बनाने के लिए अब बीजेपी को डिसाइसिव मैंडेट चाहिए। इसलिए मैं केरला के लोगों से कहूंगा, यही समय है, सही समय है। नाउ इज द टाइम फॉर विकसित केरलम। नाउ इज द राइट टाइम फॉर एनडीए गवर्नमेंट। आइए बीजेपी के साथ केरला में विकास के नए युग की शुरुआत करें। പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വികസിത കേരളം സാധ്യമാക്കാനുള്ള സമയമാണ് സമാഗതമായിരിക്കുന്നത്. ഇതിനായി കേരളത്തിന് ഒരു പുതിയ രാഷ്ട്രീയം ആവശ്യമാണ്. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ 25 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. അടുത്ത 25 വർഷത്തിനുള്ളിലെങ്കിലും കേരളത്തെ വികസിതമാക്കണമെങ്കിൽ ഉറച്ച തീരുമാനം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കേരളത്തോട് പറയുന്നു, ഇതാണ് ശരിയായ സമയം, ഇതാണ് സമയം. കേരളത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള യഥാർത്ഥ സമയം ഇതാണ്. വികസിത കേരളം സൃഷ്ടിക്കാനുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. എൻഡിഎ സർക്കാരിനുള്ള ശരിയായ സമയമാണിത്. വരൂ, നമുക്ക് ഒരുമിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം അണിചേർന്ന് കേരളത്തിന്റെ വികസനത്തിന് പുതിയൊരു തുടക്കം കുറിക്കാം. मेरे साथ बोलिए, भारत माता की जय। आप रहने दीजिए। भारत माता की, भारत माता की, भारत माता की। आज नेताजी सुभाष बाबू की जन्म जयंती भी है और वंदे मातरम के 150 साल। मेरे साथ बोलिए, वंदे 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 वंदे। बहुत बहुत धन्यवाद। कोई इफेक्ट चाहिए यहाँ का? ഒരുപാട് നന്ദി മോദിജി. കേരളം समझाइए इनको। പറയുന്ന പരിഭാഷപ്പെടുത്തുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് കേൾക്കുന്നില്ല, നല്ല രീതിയിൽ കേൾക്കുന്നില്ല. മൈക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. എക്കോ കുറച്ചാൽ മതി. എക്കോ. मैं मेरा भाषण शुरू करने से पहले आज मेरे लिए बहुत भावुक पल है। लाखों कार्यकर्ताओं का परिश्रम रंग ला रहा है। आज मैं सबसे पहले केरला की तिरुअनंतपुरम की जनता को, हमारे लाखों समर्थकों को, साथियों को मेरा भाषण शुरू करने से पहले बहुत ही आदरपूर्वक नमन करना चाहता हूं। ഇന്ന് ഈ തിരുവനന്തപുരത്തെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ഏറെക്കാലത്തെ പ്രയത്നം നിറമണിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഏറെ ആദരപൂർവ്വം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സാദര നമസ്കാരം അർപ്പിക്കുന്നു. भारत माता की, बोलो भारत माता की, बोलो भारत माता की। जय जय नरेंद्र मोदी, जय जय नरेंद्र मोदी, जय जय बीजेपी। एनडीए सुहृदगणे, मैं जब भी केरला आता हूं, आपका स्नेह, आपका स्वागत,
गर्मजोशी से भरा होता है और आज आपका उत्साह और भी स्पेशल है। आज मुझे यहां एक नई